നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷാഫി പറമ്പിൽ എംപിയുടെ റോഡ് ഷോ പങ്കെടുക്കാൻ വനിതാ ലീഗ് പ്രവർത്തകർക്ക് വിലക്കെന്ന് ശബ്ദ സന്ദേശം. വിവാദമായപ്പോൾ വിശദീകരണം, ജാഗ്രത പുലർത്തണമെന്നു മാത്രമെന്ന് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ്. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് നവീകരിച്ച കെട്ടിടം. നവീകരിച്ചത് IP വിഭാഗത്തിലെ സ്ത്രീകളുടെ വാർഡ്. ചിലവിട്ടത് 26 ലക്ഷം രൂപ. OK സത്യൻ വിടവാങ്ങി. കായിക ലോകത്തിനിത് നികത്താനാവാത്ത നഷ്ടം. ലക്കി സ്റ്റാറിലൂടെ വളർന്നു വന്ന സത്യൻ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനു വേണ്ടി ബൂട്ടണിഞ്ഞിരുന്നു. വാർത്തകൾ വിശദമായി. പാനൂരിൽ വനിതാ ലീഗ് പ്രവർത്തകർക്ക് ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വിലക്ക്. റോഡ് ഷോയിൽ അച്ചടക്കം വേണമെന്ന് നിർദ്ദേശം. ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്നാണ് ശബ്ദ സന്ദേശം. വനിതാ ലീഗ് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചാൽ മതി. വടകരയിലെ വിജയാഹ്ലാദത്തിൽ വോട്ടെണ്ണൽ ദിനം വനിതാ ലീഗ് പ്രവർത്തകർ നൃത്തം ചെയ്തിരുന്നു. കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റേതാണ് ശബ്ദ സന്ദേശം. അതേസമയം ഷാഫി പറമ്പിൽ എംപിയുടെ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കുന്നതിന് വനിതാ ലീഗിന് വിലക്കില്ലെന്ന് മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ വിശദീകരണം. വനിതാ ലീഗിന്റെ പ്രവർത്തകർ മതപരമായ നിഷ്കർഷത പുലർത്തുന്നതിനാൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശം മാത്രമാണ് നൽകിയതെന്നും വിശദീകരണത്തിലുണ്ട്. മുസ്ലിം ലീഗിന് രാഷ്ട്രീയപരമായ പ്രവർത്തനത്തോടൊപ്പം മതപരമായ ചില നിഷ്കർഷത കൂടി പുലർത്തേണ്ടതുണ്ടെന്നും ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം വനിതാ ലീഗ് പ്രവർത്തകരോട് ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്ന് ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശം വിവാദമായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വിശദീകരണം ഇറക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിന്റെ വിജയ ദിവസം നടന്ന ഒരു പ്രകടനത്തിൽ ആ പ്രകടനത്തിലുണ്ടായിട്ടുള്ള വനിതാ ലീഗിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ അംഗങ്ങൾ ആ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള വിജയാഹ്ലാദത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിതമായ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ളൊരു കാര്യമായി ചിത്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടന്നപ്പോൾ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ അത്തരം ഒരു നല്ല ജാഗ്രത നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഉണ്ടാവണമെന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്, അല്ലാതെ വിലക്കല്ല. സ്വാഭാവികമായും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും അതിനൊന്നും ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് രാഷ്ട്രീയപരമായ പ്രവർത്തനത്തോടൊപ്പം തന്നെ മതപരമായ ചില ബാധ്യതകൾ കൂടി നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ മതപരമായ നിഷ്കർഷത പാലിക്കുന്നതിൽ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ അവരുടെ ആ ജാഗ്രത ഉണ്ടാവണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നടത്തിയത്. അത് ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിച്ചതാണ്. ഒരിക്കലും വനിതാ ലീഗിൻ്റെ പ്രവർത്തനങ്ങളെയോ വനിതാ ശാക്തീകരണത്തെയോ മുസ്ലിം ലീഗ് പാർട്ടി എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല, അവരെ പൂർണ്ണമായും ആ രംഗത്ത് സജ്ജമാക്കുന്നതിന് സജീവമായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള പാർട്ടി കൂടിയാണ്. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ ക്രമാതീതമായി ഉണ്ടാകുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സർക്കാർ മുൻകൈയെടുത്ത് നിയന്ത്രിക്കണമെന്ന് കണ്ണൂർ താലൂക്ക് സ്കൂൾ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ആവശ്യമുന്നയിച്ചത്. IMA ഹാളിൽ നടന്ന പരിപാടി AMVI P ഷൈജൻ ഉദ്ഘാടനം ചെയ്തു. സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി സുധീഷ് കുമാറിനെയും വൈസ് പ്രസിഡന്റായി K നിഖിലേഷിനെയും തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി K ഗിരീശനെയും T ഷാജി, P ദീപേശൻ, MP പ്രജിത്ത് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും N വിനയനെ ട്രഷററായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷാഫി പറമ്പിൽ എംപിയുടെ റോഡ് ഷോ പങ്കെടുക്കാൻ വനിതാ ലീഗ് പ്രവർത്തകർക്ക് വിലക്കെന്ന് ശബ്ദ സന്ദേശം. വിവാദമായപ്പോൾ വിശദീകരണം, ജാഗ്രത പുലർത്തണമെന്നു മാത്രമെന്ന് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ്. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് നവീകരിച്ച കെട്ടിടം. നവീകരിച്ചത് IP വിഭാഗത്തിലെ സ്ത്രീകളുടെ വാർഡ്. ചിലവിട്ടത് 26 ലക്ഷം രൂപ. OK സത്യൻ വിടവാങ്ങി. കായിക ലോകത്തിനിത് നികത്താനാവാത്ത നഷ്ടം. ലക്കി സ്റ്റാറിലൂടെ വളർന്നു വന്ന സത്യൻ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനു വേണ്ടി ബൂട്ടണിഞ്ഞിരുന്നു. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ
സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണുതള്ളുന്ന കളക്ഷൻ, കണ്ണുതള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണുതള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണുതള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര, കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നവീകരിച്ച സ്ത്രീകളുടെ വാർഡിന്റെ ഉദ്ഘാടനം നടന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 26 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് IP വിഭാഗത്തിൽ നവീകരിച്ച സ്ത്രീകളുടെ വാർഡ് ആരംഭിച്ചത്. നിമിഷത്തിൽ കൈകൂപ്പി നിൽക്കാൻ അനുഗ്രഹം ചൊരിഞ്ഞൊരു അഖിലേശ്വര, ഈ ധന്യ നിമിഷത്തിൽ കൈകൂപ്പി നിൽക്കാൻ അനുഗ്രഹം ചൊരിഞ്ഞൊരു അഖിലേശ്വര. ഇന്ന് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനുള്ള സൗകര്യം, അതിന്റെ ഭാഗമായിട്ടാണ് 16 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സംവിധാനം ഇവിടെ എത്തുന്നത്. 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അതിങ്ങനെ ഒരു സമാഹരണത്തിൽ നിന്ന് ഓരോ ഘടകങ്ങളെയും കണ്ട് അത് സമാഹരിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം കാണിച്ചുകൊണ്ടാണ് ഇത് ഇങ്ങനെ സാക്ഷാത്കരിക്കുന്നത്. ഈ ആയുർവേദ കോളേജ് എത്രയോ ദീർഘകാലത്തെ പാരമ്പര്യമുള്ളതാണ്. ഇപ്പോഴാണ് ഒരുപാട് ആധുനികവൽക്കരണം നടക്കുന്നത്. എല്ലാ തലങ്ങളിലുമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണെന്ന കാര്യത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കേണ്ട കാര്യമേ ഇല്ല. അത് ആയുർവേദം നമ്മുടെ ജീവശാസ്ത്ര സംബന്ധമായി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ
ഉദ്ഭാഗമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീലത എസ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ഷമീമ ടീച്ചർ, മുകുന്ദൻ, അജിത് കുമാർ, KC ഡോക്ടർ ശ്രീനിവാസൻ, KC മഹേഷ്, UP ശോഭ, സുരേഷ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 26 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് IP വിഭാഗത്തിൽ നവീകരിച്ച സ്ത്രീകളുടെ വാർഡ് ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്തിന് ഓരോ വർഷവും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തിന്റെ ഒരു വലിയ വിഹിതമാണ് മാറ്റിവെക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് കൂടാതെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് കൂടി സമാഹരിച്ചുകൊണ്ടാണ് വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത സ്ത്രീകളുടെ വാർഡ് നേരത്തെ നമുക്കറിയാം വലിയ രീതിയിൽ അതിന്റെ ടൈൽസ് ഇളകിയും പെയിന്റൊക്കെ വളരെ മോശമായ ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നവീകരിച്ച് മികച്ചൊരു വാർഡാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ 26 ലക്ഷം രൂപയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പുരുഷന്മാർ കിടക്കുന്ന വാർഡ് അതിന്റെ താഴെ ബാക്കിയുണ്ട്. അതോടൊപ്പം തന്നെ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ഒക്കെ കിടക്കുന്ന വാർഡ് ബാക്കിയുണ്ട്. അതിന്റെ എല്ലാം പ്രവൃത്തി ഭാവിയിൽ കുറച്ചുകൂടി നവീകരിച്ച് ഏറ്റവും പുതിയൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണോ നമ്മുടെ ഇവിടുത്തെ റിസപ്ഷൻ, അതുപോലെ നമ്മുടെ എല്ലാ വാർഡുകളും ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിക്കണം എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. പള്ളിക്കുളത്ത് വാഹനാപകടം. ബൈക്കിൽ ബസ് ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കമ്പിൽ പാട്ടയം സ്വദേശി മുഹസിൻ മുഹമ്മദാണ് അപകടത്തിൽ മരിച്ചത്. കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന മുഹസിൻ സഞ്ചരിച്ച ബൈക്കും തളിപ്പറമ്പിലേക്ക് പോവുകയായിരുന്ന ബസ്സും കൂട്ടിയിടിച്ചായിരുന്നു അപകടം നടന്നയുടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു. ബൈക്കിൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന കാട്ടാമ്പള്ളി സ്വദേശി ആദിലിനെ പരിക്കുകളോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാട്ടയം മുല്ലിക്കോട്ട് സൈബുവിന്റെയും പരേതനായ മുഹമ്മദിന്റെയും മകനാണ് മുഹസിൻ. കാരക്കുണ്ട് MM കോളേജ് വിദ്യാർത്ഥിയാണ്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും കോളേജ് ഓഫ് കൊമേഴ്സും സംയുക്തമായി ജൂൺ 8 ശനിയാഴ്ച ചേംബർ ഹാളിൽ തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനും വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിൽദാതാക്കൾക്ക് കഴിവും നൈപുണ്യവുമുള്ള തൊഴിലുകളെ തിരഞ്ഞെടുക്കുന്നതിന് അവസരമൊരുക്കുന്നതിനുമായാണ് മേള നടത്തുന്നതെന്ന് ഡോക്ടർ V ശിവദാസൻ MP തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യും. കൊല്ലത്തിൽ നടത്തിവരുന്ന ഒരു പ്രോഗ്രാമാണ് തൊഴിൽമേള. അതിലെ ഉദ്ദേശം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന്, അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ ലഭിക്കുന്ന അവസരമൊരുക്കുന്നതിനും വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിൽ ദാതാക്കൾക്ക് അനുയോജ്യമായതും കഴിവും നൈപുണ്യമുള്ള തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരമാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും കോളേജ് ഓഫ് കൊമേഴ്സും കൂടി സംരക്ഷിക്കുന്ന ഈ തൊഴിൽമേളയിൽ വെച്ച് ഞങ്ങൾ ഒരുക്കുന്നത്. കോളേജ് ഓഫ് കൊമേഴ്സ് നിങ്ങൾക്കറിയാം, അവർക്ക് തന്നെ പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് മോർ ദൻ 900 മെമ്പേഴ്സ് വി ഹാവ്. ഏറ്റവും കൂടുതൽ വിഷമം നമ്മൾ മെമ്പേഴ്സ് അനുഭവിക്കുന്നത് അവർക്ക് സ്റ്റാഫിനെ കിട്ടുന്ന കാര്യത്തിലാണ്. ഇന്ന് എല്ലാ ബിസിനസ് മേഖലയിലും ഈ പ്രശ്നമാണ്, അവർക്ക് അനുയോജ്യമായ സ്റ്റാഫിനെ കിട്ടുന്ന കാര്യം. അങ്ങനെയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും കോളേജ് ഓഫ് കൊമേഴ്സും സംയുക്തമായിട്ട് ഈ തൊഴിൽമേള നടന്നത്. ബിക്കോസ് അവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് അവർക്ക് അവിടെ പഠിച്ച കുട്ടികളായിട്ടും മറ്റുള്ള പല വിധത്തിലും പ്ലേസ്മെൻറ്റ് സെല്ല് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അതൊരു ഭാഗമായി അതിൻ്റെ ഗുണം കൂടി എടുത്തുകൊണ്ടാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഈ തൊഴിൽമേള നടത്തുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ MP ശ്രീ V ശിവദാസൻ അവർകളാണ്. ചേംബർ പ്രസിഡന്റ് TK രമേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ AS ഷിറാസ് മുഖ്യാതിഥിയായിരിക്കും. 100-ലധികം തൊഴിൽദാതാക്കളും 500-ൽ കൂടുതൽ തൊഴിൽ അന്വേഷകരും മേളയിൽ പങ്കെടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് TK രമേഷ് കുമാർ, സെക്രട്ടറി അനിൽകുമാർ, സച്ചിൻ, സൂര്യകാന്ത്, മുഖേച്ച, K നാരായണൻകുട്ടി, AK റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ എൻഫോഴ്സ്മെന്റ് പരിശോധന. ചുരക്കൽ പഞ്ചായത്തിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ. പുതിയ തെരുവിലെ JK പാർക്ക് റെസിഡൻസിക്ക് 15,000 രൂപയും പള്ളിക്കുളത്തെ ഇന്ത്യാന മോട്ടോഴ്സിന് 10,000 രൂപയുമാണ് പിഴ ചുമത്തിയത്. JK പാർക്ക് റെസിഡൻസിയിൽ നിന്നും 20 കിലോയിലധികം ഒറ്റത്തവണ ഉപയോഗ നിരോധിത വസ്തുക്കളും പിടികൂടിയിട്ടുണ്ട്. ചിറക്കൽ പഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയിട്ടുണ്ട്. നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ, ഗാർബേജ് ബാഗുകൾ എന്നിവ സ്റ്റോക്ക് ചെയ്തതിനും പ്ലാസ്റ്റിക് അടങ്ങിയ മാലിന്യം ഇൻസിനേറ്ററിൽ കത്തിച്ചതിനും പുതിയ തെരുവിലെ JK പാർക്ക് റെസിഡൻസി എന്ന സ്ഥാപനത്തിന് 15,000 രൂപയാണ് പിഴ ചുമത്തിയിട്ടുള്ളത്. സ്ഥാപനത്തിൽ നിന്നും 20 കിലോയിലധികം ഒറ്റത്തവണ പ്ലാസ്റ്റിക് ആവരണമുള്ള വസ്തുക്കൾ സ്ക്വാഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. ജൈവ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചതിനും സ്ഥാപനത്തിലെ മലിനജലം പോകുന്നതിന് കൃത്യമായ സംവിധാനം ഒരുക്കാത്തതിനും പള്ളിക്കുളത്തെ
ഇന്ത്യാന മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തിന് 10,000 രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗം നിതിൻ വത്സലൻ, ദിബിൻ CK, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷാൻ MMV എന്നിവരും പങ്കെടുത്തു. OK സത്യന് കായിക ലോകത്തിന്റെ അന്ത്യാഞ്ജലി. ഭൗതിക ശരീരം പയ്യാമ്പലത്ത് സംസ്കരിച്ചു. ഫുട്ബോൾ രംഗത്തുള്ളവരും സമൂഹത്തിന്റെ മറ്റ് മേഖലകളിലുള്ളവരും ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ തളാപ്പിലെ വസതിയിലെത്തിയിരുന്നു. രാവിലെ 11 മണിയോടെ പയ്യാമ്പലത്തായിരുന്നു സംസ്കാരം. കണ്ണൂർ ലക്കി സ്റ്റാർ ക്ലബ്ബിലൂടെ വളർന്നു വന്ന സത്യൻ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനു വേണ്ടി കളിക്കളത്തിൽ പോരാടിയിട്ടുണ്ട്. പിന്നീട് വാസ്കോ ഗോവയുടെ താരമായി. ഇന്ത്യക്ക് വേണ്ടിയും സത്യൻ കളിക്കളത്തിൽ ഇറങ്ങിയിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ കമ്മിറ്റി SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. Colleges and most of you might be going away from your family. So at that time you are going to stay alone or maybe in hostel or maybe at some other place. At that time particular care needs to be taken. Keep yourself motivated and keep your routine like you have been doing till now. This is what I had to say to students. ഇപ്പോൾ ഞാൻ പേരൻസുകളോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ കുട്ടികൾ ഒരു നല്ല പോലെ ഈ +2 പഠിക്കുന്ന സമയത്ത് നല്ല പോലെ പെർഫോം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് പ്രസിഡന്റ് PA ബിനുമോഹൻ അധ്യക്ഷത വഹിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ബാലകൃഷ്ണൻ നായർ, CB ടോമി, V സിനേഷ്, T പ്രജീഷ്, K രാജേഷ്, NK പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ KV സുജിത്ത് കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. ഓടുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ യുവാവിന് രക്ഷകനായി കണ്ടക്ടർ. ചവറ അടൂർ പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സുനിൽ ബസ്സിലെ കണ്ടക്ടർ ബിലുവിന്റെ സമയോചിത ഇടപെടലാണ് യുവാവിന് ജീവിതം തിരികെ ലഭിക്കാൻ കാരണം. മറ്റ് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുന്നതിനിടെയാണ് ഫുട്ബോർഡിന് മുകളിൽ നിൽക്കുകയായിരുന്ന യുവാവ് വെളിയിലേക്ക് വീഴാൻ പോയത്. നിന്ന നിൽപ്പിൽ നിന്നും അല്പം പോലും അനങ്ങാതെ ഒരു കൈകൊണ്ട് യുവാവിനെ വീണുപോകാതെ കണ്ടക്ടർ പിടിക്കുകയായിരുന്നു. ചവറ അടൂർ പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സുനിൽ ബസ്സിലെ കണ്ടക്ടർ ബിലുവിന്റെ കൈകളാണ് ദൈവത്തിന്റെ അദൃശ്യകരങ്ങളായി പ്രവർത്തിച്ചത്. ഇനി വാണിജ്യം. തോട്ടടിയുടെ സൗന്ദര്യത്തിന് ഇനി തിളക്കം കൂടും. അത്യാധുനിക സൗകര്യങ്ങളോടെ തോട്ടടിയുടെ ഹൃദയത്തിലേക്ക് കാറ്റ്സ് ഐ ഫാമിലി സലൂൺ മിഴി തുറന്നു. സിറ്റി ചാനൽ ഡയറക്ടർ സജീവ് PT പുതിയ സംരംഭം അമ്മ സുജാത ഉദ്ഘാടനം ചെയ്തു. സൗന്ദര്യം ഇന്നിന്റെ സങ്കല്പങ്ങൾ പോലും മാറ്റിമറിച്ച സാങ്കേതികതയാണ് ഈ മേഖലയിൽ ഇന്ന് മാറി വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു സന്തോഷവേളകൾക്ക് പോലും ഒരുങ്ങാൻ ബ്യൂട്ടി പാർലറുകളെ ആശ്രയിക്കുന്ന കാലം. ഈ സമയത്ത് ഏവരും തിരഞ്ഞെടുക്കുക കസ്റ്റമർ സർവീസിനൊപ്പം ഇഷ്ടങ്ങളെ അതേപടി പകർത്തി നൽകുന്ന ഇടങ്ങളെയുമാണ്. അങ്ങനെയെങ്കിൽ ഇനി മറ്റൊരു പേര് അന്വേഷിക്കേണ്ട. നേരെ തോട്ടട കാറ്റ്സ് ഐ ഫാമിലി സലൂണിലേക്ക് വന്നാൽ മതി. പെഡിക്യൂർ, മാനിക്യൂർ തുടങ്ങി നിങ്ങളുടെ സൗന്ദര്യത്തെ 10 മടങ്ങ് തിളക്കമുള്ളതാക്കി ഇവർ നൽകും. നെയിലാട്ടിൽ പുത്തൻ രീതികളും ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് പരിചയപ്പെടാം. സൗന്ദര്യത്തിന് ഇനി ഒറ്റ വാക്ക് കാറ്റ്സ് ഐ അടയാളപ്പെടുത്തും. തോട്ടട പ്രിയ ഗ്യാസ് ഏജൻസിക്ക് മുകളിലായാണ് കാറ്റ്സ് ഐ പ്രവർത്തനം ആരംഭിച്ചത്. സിറ്റി ചാനൽ ഡയറക്ടർമാരിൽ ഒരാളായ സജീവ് PT കുടുംബവുമാണ് ഈ തിളക്കത്തിന് പിന്നിലെ താരങ്ങൾ. എല്ലാവരും ഫാമിലി ആയിട്ട് വരുക കാറ്റ്സ് ഐയില്. ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവരും കട്ട് ചെയ്തിട്ട് പോവാ അല്ലേ? 2 തരം ഉണ്ട് അല്ലേ? ജെന്റ്സിനും ലേഡീസിനും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ 100% നല്ല സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. എല്ലാവരും അത് നല്ല സാറ്റിസ്ഫൈ ആയിട്ട് ചെയ്തിട്ട് പോകാം. ഇനി തോട്ടടയിൽ സൗന്ദര്യത്തിന്റെ വിസ്മയ കാഴ്ച കാറ്റ്സ് ഐസ് ഫാമിലി സലൂൺ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ ഫേഷ്യൽ, ത്രെഡിംഗ്, നെയിൽ ആർട്ട്, കളറിംഗ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടി നിങ്ങളുടെ മുന്നിൽ. കല്യാണമോ മറ്റ് ഏതൊരു ചടങ്ങോ ആയിക്കോട്ടെ, മറക്കാതെ മനസ്സിലോർക്കാം കാറ്റ്സ് ഐയെ. ചടങ്ങിൽ സജീവ് PT, ഭാര്യ ഷൾന CK, മക്കളായ സിയ, ദിയ എന്നിവരോടൊപ്പം സരിത, രവീന്ദ്രൻ, ആദിത് അനിൽകുമാർ, അജന്യ ഇരിട്ടി, ഋതിക, വൃന്ദ, റനിഷ, റജുല, സുജിൽ, ധ്യാൻ, ആദി എന്നിവരും പങ്കെടുത്തു. ഇനി സ്വർണ്ണ-വെള്ളി നിരക്ക്. സ്വർണ്ണം-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ, വെള്ളി 100 രൂപ. കാലാവസ്ഥ. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷാഫി പറമ്പിൽ എംപിയുടെ റോഡ് ഷോ പങ്കെടുക്കാൻ വനിതാ ലീഗ് പ്രവർത്തകർക്ക് വിലക്കെന്ന് ശബ്ദ സന്ദേശം. വിവാദമായപ്പോൾ വിശദീകരണം ജാഗ്രത പുലർത്തണമെന്നു മാത്രമെന്ന് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ്. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് നവീകരിച്ച കെട്ടിടം. നവീകരിച്ചത് IP വിഭാഗത്തിലെ സ്ത്രീകളുടെ വാർഡ്. ചിലവിട്ടത് 26 ലക്ഷം രൂപ. OK സത്യൻ വിടവാങ്ങി. കായിക ലോകത്തിനിത് നികത്താനാവാത്ത നഷ്ടം. ലക്കി സ്റ്റാറിലൂടെ വളർന്നു വന്ന സത്യൻ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനു വേണ്ടി ബൂട്ടണിഞ്ഞിരുന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.